നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസം തന്നെയാണ് ഇന്ന്. ആണ്. ഇത് സാധാരണ രാവിലെ ഒന്നും അത്ര വലിയ വാർത്തകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും രാവിലെ അപ്പോൾ ഉണ്ടായിരുന്ന വാർത്ത ഇറാന്റെ കപ്പല് അമേരിക്കൻ സൈന്യം ആക്രമിച്ച് അത് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് തിരിച്ചടിക്കാൻ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട്. അവരുടെ സ്പീഡ് ബോട്ടുകളും അവരുടെ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല, ഇന്ന് പുറത്തു വന്ന വളരെ രസകരമായ ഒരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട് രസകരമെന്ന് വിചിത്രമെന്ന് പറയുന്ന ഒരു വാർത്ത, ഈ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് അവിടുത്തെ ഈ സൈനിക ഉദ്യോഗസ്ഥന്മാർ ക്ഷമ കെട്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ. കാരണം ഈ പുള്ളി തൊട്ടതിനും പിടിച്ചതിനെല്ലാം പൊട്ടിത്തെറിക്കുകയാണെന്നാണ് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ഷമനാണ് അദ്ദേഹം, ടെൻഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു ബാധ്യതയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ അന്ന് ഒരു ബഹുമാനിയെ രക്ഷിക്കാനുള്ള ശ്രമം വലിയ ദൗത്യമാണല്ലോ. അതിന്റെ ഒരു കൺട്രോൾ റൂം ഉണ്ടാവുമല്ലോ. കൺട്രോൾ റൂമിലായിട്ട് ഇങ്ങനെ തൽക്കാലം കൊണ്ടിയിലുണ്ടാകുന്ന സഹായം എടുത്ത് പറയും, നമ്മൾ ദൗത്യം വിജയിച്ചിട്ട് പേര് അറിയിക്കാത്തത്. കാരണം ഇയാൾ വന്ന് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവന് ഇരിക്കപ്പെടുകയാണില്ല. അതെ, ഇത് ഫ്രണ്ട്സ് സിനിമയിലെ ജഗതി പറയുന്ന പോലാണ് ട്രംപിന്റെ അവസ്ഥ. അതായത് നീ പോയി അപ്പൊ പറിക്കാൻ പോകുന്ന നീ പോകണ്ട, നീ പോ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നീ പറിക്കണ്ട, പറിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയാണ്. ഇയാൾ മനുഷ്യനെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്. മാത്രമല്ല, ഈ അവിടെ ഈ വിമാനം താഴെ വീണു, ഈ ഇവരുടെ വിമാനം വെടിവെച്ചിട്ടത് പുള്ളിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്. ഇറാൻ എന്റെ വിമാനം വെടിവെച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ എല്ലാവരെയും ഫയർ ചെയ്യുന്നതാണ് പുള്ളി. ഭയങ്കരമായിട്ട് പുള്ളി തെറിയാണല്ലോ പുള്ളി ഇഷ്ടപ്പെട്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതിന് കാര്യങ്ങൾ ഈ ഇയാളെ രക്ഷിച്ചുകൊണ്ട് വരാന്നുള്ള വലിയ ദൗത്യമാണല്ലോ. അതിനുവേണ്ടി ഇരിക്കുമ്പോ ഇയാൾ ഇവിടെ നിന്ന് അടുത്ത് നിന്നുകൊണ്ട് ബഹളം വെച്ചോണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു ലോകരാഷ്ട്രത്തിന്റെ തലവനാണെന്ന് ഓർത്തോണം ഈ മനുഷ്യന്റെ ഈ ഉദ്യോഗസ്ഥന്മാരെ. എബ്രഹാലിങ്ങനെ പോലെയുള്ള വലിയ മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയിലിരുന്നിട്ടാണ് ഈ വട്ടൻ എന്നല്ലാതെ പുള്ളിയെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ശരിക്കും ഇയാള് കാരണമാണ് ഇപ്പൊ ഈ ലോകത്തിന്റെ സമാധാനം മുഴുവൻ കെട്ടുകിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് മാനസികമായിട്ട് പ്രായമായില്ലെന്ന്. മനുഷ്യൻ നമ്മൾ സെനയിലെന്ന് ഇംഗ്ലീഷ് പറയില്ലേ, ചിഹ്നം നമ്മൾ മലയാളത്തിൽ പറയും. അത് വന്നു കാണും പുള്ളിക്ക്. സ്ഥിരബുദ്ധി അല്പം കുറഞ്ഞു കാണും. സ്ഥിരബുദ്ധി ഇല്ല, അതാണ് പ്രശ്നം. പക്ഷെ വേറൊരു പ്രശ്നം കൂടെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. ഇയാള് കാണിക്കുന്ന ഓരോ ഇതിനനുസരിച്ച് ഓഹരി വിപണി അത് അതെ അതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ടോ, അതിന്റെ പിന്നിൽ കച്ചവടമാണോ, പ്രീ പ്ലാൻഡ് ആണോ സംശയമുണ്ടെന്നാണ്. ഇയാൾ ഓരോ പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ കൃത്യമായിട്ടും അറിയിച്ചതിന് ശേഷം ഇതിന്റെ പിന്നിൽ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ സംശയമുണ്ട് പലർക്കും. കാരണം ട്രംപ് അടിസ്ഥാനപരമായ ബിസിനസ്സുകാരനാണല്ലോ. ഇപ്പൊ ശരിക്കും എന്താ ഇന്ന് സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത് ഈ കപ്പൽ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇറാൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. കാരണം വെടിനിർത്തലെന്നാണല്ലോ പറയപ്പെടുന്നത്. അതിനിടെ കൂടെ കപ്പൽ പിടിച്ചെടുക്കാൻ തോന്നി ചെയ്യാൻ നടപടിയല്ലോ. കപ്പൽ വെടിവെച്ചു എന്നുള്ളതാണ് ഇവര്. എഞ്ചിൻ റൂമിൽ തയ്യാറുണ്ടാക്കി എന്നിട്ട് ഇവര് പിടിച്ചെടുത്തു. ഏതാണ്ട് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് കപ്പലിന് നേരെ ഇറാൻ വെടിവെച്ചിരുന്നല്ലോ. അതെ. അപ്പൊ അതിനെതിരെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ സ്ഥാനപതി വിളിച്ച് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. വിശദീകരണം തന്നു. അവർക്ക് ഒരു ആശയക്കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അതായത് അവര് കടത്തിവിട്ട കപ്പലുകളിൽപ്പെട്ട കപ്പലുകളാണിത്. അത് നമ്മുടെ കപ്പലിൽ നിന്ന് തന്നെ ആശയവിനിമയം ഇറാൻ മറ്റേ IRGS-ഉമായിട്ട് നടത്തിയിരുന്നു. അപ്പൊ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സുമായിട്ട് നടത്തിയിരുന്നു. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്, പിന്നെ എന്തിനാണ് നിങ്ങൾ മര്യാദയല്ല. അത് ഒരുമാതിരി ട്രംപിന്റെ സ്വഭാവമായി പോയി ഇല്ലേ? ഇതിപ്പോ ശരിക്കും ഹോർമൂസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, ഹോർമൂസ്, ബാക്കി യുദ്ധങ്ങളെല്ലാം നിന്നു ഹോർമൂസിന്റെ പേരിലാണ്. ഇപ്പം ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഹോർമൂസ് അമേരിക്കയുടെ കൈപ്പിടിയിലാക്കുക എന്നുള്ളതാണ്. ആണല്ലോ. കാരണം പിന്നെ ഇനി അവിടെ എന്തെങ്കിലും ചുങ്കം ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. അതെ, ആ ചുങ്കത്തിന്റെ സാധ്യത ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കടലെടുക്ക് വഴി ഞങ്ങളുടെ ഭാഗത്തുകൂടി കൊണ്ടുപോകണമെങ്കിൽ പൈസ തരണം, ഞങ്ങൾ പൈസ തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പറയുന്ന രാജ്യങ്ങൾ ഫ്രീ ആയിരുന്നു, അല്ലാത്ത പൈസ തരണം. അപ്പൊ അതിനകത്ത് എങ്ങനെ ചുങ്കം പിരിച്ചെടുക്കാമെന്നുള്ളതിന്റെ ഒരു സാധ്യത കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലാക്കി കഴിഞ്ഞു. ട്രംപ് അതാണ് ഇറാഖിലെ എണ്ണപ്പാടങ്ങൾ കണ്ട് മോഹിച്ചാണെന്നാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഉദ്ദേശിച്ച കാര്യം കൊണ്ട് നടന്നില്ല. അതാണ് അതിന്റെ ഒരു വിഷയം. ഇറാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ഇന്നിപ്പോ തീർപ്പ് ചർച്ച നടക്കുമെന്നാണ് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുന്ന് JD വാൻസ് പുറപ്പെട്ടെന്നും പുറപ്പെട്ടില്ലെന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായും കുറിച്ചൊരു വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ്, എണ്ണ, അങ്ങനെ എല്ലാ സാധനങ്ങളെയും അവസ്ഥ വളരെ രൂക്ഷമായി മാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇതൊരു തീരുമാനം ഉണ്ടാവണ്ടേ? ഇപ്പോഴും ഈ പെട്രോൾ വില ചാഞ്ചാടി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇവിടെ വർദ്ധിക്കാത്തത്. പക്ഷേ ഇതിനിടയ്ക്കൊരു ന്യൂസ് വന്നിരുന്നു, പെട്രോളിന് 18 രൂപയും ഡീസലിന് 25 രൂപയും കൂടുമെന്നുള്ള ഒരു ന്യൂസ് ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷെ അത് വ്യാജ വാർത്തയായിരുന്നു തോന്നുന്നു. കാരണം അത് നമ്മളിപ്പോ നിയന്ത്രണം ഏർപ്പെടുത്തുമായിരിക്കും. ഈ വിതരണത്തിൽ ഒരു നിയന്ത്രണം വരുമെന്നാണ്. റിലയൻസ് പമ്പുകളിൽ ഓൾറെഡി അങ്ങനെ
ഏർപ്പെടുത്തിയെന്നാണല്ലോ പറഞ്ഞു. 1000 രൂപയ്ക്ക് മാത്രമേ അടിക്കാൻ പറ്റും. പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒന്നാമത്തെ കാര്യം, ആൾക്കാരെല്ലാം വന്ന് കൂടുതൽ അടിച്ചടിച്ച് കൊണ്ടുപോകാതെ റിലയൻസിന്റെ എനിക്ക് തോന്നുന്നു അവർക്ക് പ്രത്യേകം കൊണ്ടുവരുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ യുദ്ധം അത്രയും അവസാനിക്കട്ടെ. നമുക്ക് അന്തർദേശീയ വിഷയം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ അതും കൂടെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് അതാണ്. നമുക്ക് ഇന്ന് ഏറ്റവും രസകരവും ഏറ്റവും കോമഡിയുള്ള ഒരു സംഭവമാണ് അമ്പുക്ക. അതായത് PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ടു. രാജിവെച്ചു. അദ്ദേഹം സഹായികൾ മഞ്ഞക്കടമ്പ് ഉൾപ്പെടെ എല്ലാവരും വിട്ടു. എല്ലാവരും വിട്ടതിന് പുള്ളി കാരണം പറഞ്ഞത് മമതാ ബാനർജി പുള്ളിയുടെ പ്രചാരണത്തിന് വന്നില്ല. സ്വാഭാവികം. അപ്പം ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആരെയും വിട്ടിട്ടില്ല അദ്ദേഹത്തിന്. അയാൾ ഒറ്റയ്ക്ക് ബേപ്പൂരിൽ പ്രചാരണം. ഈ പാർട്ടി ചേർന്നതെങ്കിലും മമത അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിച്ചു. അതും അറിയണം. അതാണ് ഇദ്ദേഹം പിന്നെ പാർട്ടി വിട്ടുകൊണ്ട് വിവരം പുറത്തു വിട്ടതിന് പിന്നാലെ തൃണമൂൽ ദേശീയ നേതൃത്വം ഇടപെട്ടു. ഇയാൾക്ക് രാഷ്ട്രീയ സ്ഥിരതയില്ല എന്ന് പറഞ്ഞു. അവരുടെ നിലപാടാണ്. ഇയാൾക്ക് രാഷ്ട്രീയ സ്ഥിരതയില്ല, ഇയാൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് മലയാളികൾക്ക് തോന്നുന്നത്, അല്ലെ? അതാണ് ശരിക്കും തോന്നുന്നത്. കാരണം ഇയാള് നിൽക്കുന്ന നിപ്പിലാണ് ചാടുന്നത്. പിണറായി വിജയന്റെ അപ്പനാന്ന് പറഞ്ഞ ആളാണ് പിന്നെ പിണറായി വിജയന്റെ അപ്പനെ വിളിച്ചത്. പിണറായി വിജയന് ആദ്യം പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ആൾ പിണറായി വിജയൻ തൊലയട്ടെ എന്ന് പറഞ്ഞു, ഇല്ലേ? ഈ സ്വന്തം കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. ഈ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഉണ്ടാക്കിയതിന് പിന്നിൽ വലിയൊരു കഥ ഇപ്പൊ പുറത്തു വന്നു. അതായത് ദേശീയ നേതൃത്വം, തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പുറത്തുവിട്ട ആ കഥയെക്കുറിച്ച് ചിരിയോടുകൂടി മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് വികസിപ്പിച്ചെടുക്കും. കാരണം ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട് അണികളായിട്ട്, അവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അതിനൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിലെ ആ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാൻ നിൽക്കുന്ന ഈ നേതാക്കളുടെ ഒരു പട്ടിക കൊടുത്തു. നീണ്ട പട്ടിക കൊടുത്തു. അപ്പൊ AV ഗോപിനാഥ്, മറ്റേ കാരാട്ട് റസാക്ക്, മറ്റേ നൌഷാദ്, ഷിബു ബേബിയോട്, G സുധാകരൻ, തോമസ് ചാഴിക്കാടൻ, CK പത്മനാഭൻ, ഇങ്ങനെ വലിയൊരു ഇത്. എനിക്ക് തോന്നുന്നത് ആ ലിസ്റ്റില് പിണറായി വിജയന്റെ പേരും ചിലപ്പോൾ കണ്ടേക്കും. ഇത്ര പേരുടെ പേര് എഴുതാമെങ്കിൽ പിന്നെ, അതായത് രാഷ്ട്രീയ അഭയാർത്ഥികളാണ് ഇത്ര ആൾക്കാരെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതെ അതെ. എന്തായാലും രമേശ് ചെന്നിത്തല പേര് എഴുതൂല. കാരണം രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിരുന്നു, മമത സംസ്ഥാന അധ്യക്ഷയായിരുന്നു. രമേശ് ചെന്നിത്തല ആരെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ആ പേരൊന്നും എഴുതാൻ സാധ്യതയില്ല. കോൺഗ്രസ്സുകാർ അധികം പേര് എഴുതില്ല, കാരണം പലരും മമതയ്ക്ക് അറിയാവുന്നുള്ളതുകൊണ്ട് ആ പേര് എഴുതൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഫ്രിക്കയിലായിരുന്ന സമയത്ത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊരു കുറച്ച് ധാരണയില്ലാതായപ്പോൾ കാണും. പക്ഷെ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, അൻവറിന്റെ ലക്ഷ്യം മന്ത്രിസ്ഥാനമാണ്. അതായത് തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ദേശീയ തലത്തിൽ വലിയ അടുപ്പമൊന്നുമില്ല. ഇല്ല, ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് അവസ്ഥ. അപ്പം പുള്ളി പറയുന്ന ഇവിടുത്തെ പുള്ളിയുടെ രാജിക്ക് ഒരു ഘടകം പുള്ളി പറയുന്നത്, ബംഗാളിൽ എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ അടുപ്പിച്ചിട്ടില്ല? അങ്ങനെ അടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പം തൃണമൂൽ കോൺഗ്രസുമായിട്ടൊരു സന്ധി അവിടെ പ്രഖ്യാപിക്കാത്തടത്തോളം കാലം എനിക്കിവിടെ അവരുമായിട്ട് കൂടി പോകാൻ പറ്റുകയില്ല. പക്ഷെ എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടുമാണ് ഇഷ്ടം. പണ്ട് പിണറായി വിജയൻ അപ്പനായിരുന്നു എന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ DNA എങ്ങാണ്ട് സംശയം പ്രകടിപ്പിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അതൊക്കെയാണ്, അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആഫ്രിക്കയിൽ മഴ പെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ജപ്പാനിൽ മഴ പെയ്യുന്നതിനെ കുറിച്ച് മേഘങ്ങൾ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ പാർട്ടിയാണ് നമ്മുടെ അൻവർ. അപ്പൊ ഈ അൻവറിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. ഇദ്ദേഹത്തിനൊരു ആരൊക്കെയോ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞു. ബേപ്പൂരിൽ നിയാസിനെ തോൽപ്പിച്ച് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തെ തോൽപ്പിച്ച് ജയിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഘടകകക്ഷി വേണം. തൃണമൂൽ കോൺഗ്രസ്സുകാരനെ ഇവിടെ ആരെങ്കിലും മന്ത്രിയാക്കും? ഒരിക്കലും ഇല്ലല്ലോ. തൃണമൂൽ ദേശീയ തലത്തിൽ ഇല്ലാത്ത സഖ്യം കേരളത്തിൽ മാത്രമായിട്ട്, അല്ലെ പിന്നെ ജനതാദളായിരിക്കണം. ISJD, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ BJPയുടെ കൂടെ നടക്കുന്ന ആൾക്കാർ കൂടിയിട്ട് ഇവിടെ അവിടെ BJPയുടെ കൂടെ നടക്കുക, ഇവിടെ CPMന്റെ കൂടെ ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പം എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ മന്ത്രിസ്ഥാനം കൊടുക്കുകയല്ലോ, ഉറപ്പാണല്ലോ. അപ്പോ ജയിച്ചാലും അദ്ദേഹത്തിന് പിന്നെ സതീശൻ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു മോഹമൊക്കെ കൊടുത്തിട്ടുണ്ട്. അൻവറിന് ഒരു വലിയ പദവി തന്നെ ഞങ്ങൾ കൊടുക്കുമെന്ന് അദ്ദേഹം. സതീശൻ അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ വൈക്കത്ത് നിർത്താവെന്ന് പറഞ്ഞ പുള്ളിയുടെ വരുന്നത് വൈക്കത്ത് നിർത്താവെന്നും പറഞ്ഞൊരു കക്ഷിയെ പിടിച്ചു. CK ജാനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, CK സീറ്റ് കൊടുക്കാമെന്നും പറഞ്ഞു. വൈക്കത്ത് സണ്ണി കവിക്കാടിന് കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അവസാനം അദ്ദേഹത്തിന് കൊടുത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഈ PV അൻവറിന് ഞങ്ങളൊരു വലിയ പോസ്റ്റ് കൊടുക്കും എന്ന് PV സതീശൻ
പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമൊന്നും നടക്കത്തുമില്ല. വി ഡി സതീശന് പോലും മന്ത്രിസ്ഥാനം കിട്ടുന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കുരുട്ടുകുത്തിയിൽ തെളിഞ്ഞ ഒരു ആശയമാണ് ഇത്, ഈ മന്ത്രിയാവാൻ ആഭ്യന്തരം വേണം. അത് പുള്ളിക്ക് ആദ്യമായിട്ട് ഷായസ്കറിയായി പിടിച്ചകത്തിടണം. അതിനാണ് ആഭ്യന്തരം പുള്ളി ഇത് ചെയ്യുന്നത്. കാരണം ഈ പിണറായി വിജയൻ പോലും പരാജയപ്പെട്ട സ്ഥലത്ത് PV അൻവർ കയറി പിടിച്ച് മറുനാടനെ പൂട്ടണം, പിന്നെ എത്രാമത്തെ നിലയിൽ നിറക്കും, നീ മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന പുള്ളിക്ക് അവസാനം മേഘങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി കടന്നൽ രാജാവെന്ന് വിശേഷിപ്പിച്ച അനുയായികൾ അവസാനം കടന്നൽക്കൂട്ടായി പുള്ളി ആക്രമിക്കാൻ നമ്മൾ കണ്ടു. അല്ല, ഏറ്റവും കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഇയാളുടെ കൂടെ നിന്ന് പോസ്റ്റ് ഇടുകയും പടമെടുക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത മുഴുവൻ ആൾക്കാരും ഇയാളെ വന്ന് തെറി തുടങ്ങി. അതുവരെ ഇയാള് ഷാജസ്കറിയെ നേരിടുന്ന സമയത്ത് ഈ സൈബർ കടന്നലുകളെല്ലാം കൂടെ കടന്നൽ രാജ ഈ നമ്മുടെ ഈ ഓഫീസിന്റെ താഴെ വന്ന് നിന്നിട്ട് പുള്ളി ഇങ്ങനെ മേലോട്ട് നോക്കി കൈ ചൂണ്ടിയൊക്കെ നിന്നായിരുന്നു പുള്ളിയുടെ ഡയലോഗുകൾ. സത്യത്തിൽ ഇയാൾക്ക് രാഷ്ട്രീയ സ്ഥിരത മാത്രമല്ല ഇല്ലാത്തത്, അയാൾക്ക് വേറെ സ്ഥിരതയൊന്നും ഇല്ലാത്ത ആളാണ്. അല്ല, അത് വേണമെങ്കിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എന്തിനു ചേരുന്നു? പോയി കോൺഗ്രസിൽ ചേരാം. പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നല്ലേ? അതെ, യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആളല്ലേ? ആണ്. തിരിച്ചു വന്നങ്ങ് ചേരായിരുന്നല്ലോ. അപ്പൊ പുള്ളിയുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളിക്ക് ഘടകകക്ഷി മന്ത്രിയാണ്. കാരണം എല്ലാ ഘടകകക്ഷിക്കും ഓരോ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ശ്രീനിവാസ് അഴകിയ രാവണനിൽ എല്ലാവർക്കും 200 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നത് പോലെ പുള്ളി KC വേണുഗോപാൽ ഉമ്മറത്തി എന്നിരുന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ എന്റെ ഘടകകക്ഷിക്കും വേണം. അതാണ് ഒരു സീറ്റ് നമുക്കും വേണം, ഒരു സീറ്റ് വേണം. അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറഞ്ഞൊന്നും വേണ്ട, ആഭ്യന്തരം ആഭ്യന്തരം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മറ്റേ ഏതോ സിനിമയില് മാട്ടുപ്പെട്ടി മച്ചാലം കണ്ട് മുകേഷ് പറയും, ഞാൻ ഒരു 1000 എപ്പിസോഡ് രാമായണം സീരിയൽ എടുക്കുന്നു, അതിൽ ചെറിയ വേഷം ഞാനും ചെയ്യുന്നുണ്ട് രാമന്റെ എന്നിങ്ങനെ വളരെ വിനയത്തോടെ അതുപോലത്തെ അവസ്ഥയാണ് ഈ ആഭ്യന്തര. അപ്പോ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ഒക്കെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. പക്ഷേ എന്തായാലും അദ്ദേഹം കൊടുത്ത ലിസ്റ്റ് ഗംഭീരമാണ്. ജി സുധാകരനൊക്കെ പിന്നെ രാഷ്ട്രീയ അഭയാർത്ഥികളാണെന്ന് പറയാം. ജി സുധാകരൻ പക്ഷെ CK പത്മനാഭനൊക്കെ വിശ്രമ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ ഭാവി ഇരുളടഞ്ഞു പോയില്ല, കൂമ്പടഞ്ഞു പോയിട്ടില്ല. മാത്രമല്ല നമ്മളിപ്പോ നടന്ന സർവേയിലും പൊതുവെ വിലയിരുത്തപ്പെടുന്ന അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹം മന്ത്രിയാണ്. AV ഗോപിനാഥനെയും കാരാട്ട് റസാഖിനെയൊക്കെ നമുക്ക് അങ്ങ് സഹിക്കാം. അത് പിന്നെ അങ്ങ് പൊക്കോട്ടെന്ന് വിചാരിച്ചത്. പിന്നെ നൗഷാദ്, TK നൗഷാദ്, ഇങ്ങനെ കുറെ ആൾക്കാരുടെ പേരാണ് വന്നിരിക്കുന്നത്. എന്തായാലും അൻവറിന്റെ ആ ഒരു ആഗ്രഹം അത് വളരെ രസകരമാണ്. എന്നിട്ട് അൻവർ എഴുതി കൊടുത്തത് മുഴുവൻ കള്ളത്തരമാണെന്നാണ് അവരിപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അൻവർ അയാളെ കുറിച്ച് കൊടുത്ത ബയോഡാറ്റ മുഴുവൻ കള്ളത്തരമായിരുന്നു. ഇത് കൂടാഞ്ഞിട്ടാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിലെ വലിയ ഇവരെ എല്ലാം ഞാൻ കൊണ്ടുവരും, ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, ഇവരെല്ലാം തൃണമൂൽ കോൺഗ്രസ് ചേരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ നമ്മുടെ നാട്ടില് ഈ രാഷ്ട്രീയക്കാര് പലരും നമ്മളിവിടെ വിഡ്ഢികളാണ് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണെന്ന് പൊതുവെ അവർ കരുതിയിരിക്കുന്നുണ്ടെന്നാണ് സംശയം. മമതാ ബാനർജി ആൾ ചില്ലറക്കാരിയല്ലേ നമുക്കറിയാം. അവരുടെ അടുത്ത് കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് നിസ്സാരം സാധിക്കാന്നുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, ഇത്രയും വലിയ നേതാവാണ്. മമതാ ബാനർജിയുടെ അടുത്ത് ഒരു തൂടായ്പ നടക്കില്ല. മാത്രമല്ല ഇയാൾ മമതാ ബാനർജി ഇപ്പോഴും ഇതിനോട് കണ്ടു ദാസത്തിനുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇല്ല, മമതാ ബാനർജി അറിഞ്ഞേ കാണത്തില്ല ഇങ്ങനെ ഒരാളുള്ള പേര്. മാത്രമല്ല പുള്ളിയുടെ ചോദ്യമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതെ. ഈ ദേശീയ നേതാക്കൾ ആരും എനിക്ക് വേണ്ടി പ്രചാരണത്തിൽ വന്നില്ല. എടാ, ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് ഉടക്കി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഇവിടെ വന്ന് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ചോദിക്കാല്ല. അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇയാള് പൊട്ടൻ കളിപ്പിക്കുകയാണോ അതോ പൊട്ടനായിട്ടാണോ എന്ന് നമുക്കറിയില്ല. നാട്ടുകാരെ പൊട്ടൻ കളിപ്പിക്കുകയാണ് ഇല്ലേ? എന്തായാലും ഗംഭീര അനുയായികളുണ്ട്. നിങ്ങളെ നമ്മുടെ മഞ്ഞക്കടമ്പൻ സംഗതികളെല്ലാം കൂടെ ഇരിപ്പുണ്ട്. ഇത് പണ്ടത്തെ അനുചര വൃന്ദം എല്ലാം പോയി കഴിഞ്ഞു. പണ്ട് ഇയാൾക്ക് ഫേസ്ബുക്കിൽ എഴുതാനൊക്കെ ഒരാളുണ്ടായിരുന്നു. അയാളൊക്കെ ഇപ്പൊ ഇയാൾക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അൻവറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അൻവറിന്റെ കൂടെ നിന്ന ആ ടീമുകളൊക്കെ ഇപ്പൊ മാറി നിന്ന് ഇയാളെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അല്ല, എന്തായാലും UDF ഭരണത്തിലെത്താൻ സാധ്യത തെളിഞ്ഞതോടുകൂടി ഇനി ഇതുപോലെ എന്തെല്ലാം കാണേണ്ടി വരും. ഈ അൻവർ മറുനാടനെതിരെ ഉന്നയിച്ച പരാതികളെല്ലാം നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം ബാലിശമായ പരാതികളാണ്. ഈ പരാതികളിലെല്ലാം കേരള പോലീസ് FIR ഇട്ടതുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. പിന്നെ പറഞ്ഞാൽ മതിയല്ലോ, അത് കാത്തിരിക്കാണല്ലോ. എന്തോന്ന് പറഞ്ഞാലും നമ്മളിനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും കേസ് FIR ഇടും. വയർലെസ് ചോർത്തി എവിടോട്ടാ പാകിസ്ഥാനിലോട്ട് കൊടുത്തെന്ന് ഈ FIR വരെ ഇത് എഴുതി വയ്ക്കുകയാണ്. അത്തരം ഈ അൻവർ കാണിച്ച മണ്ടത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് കേരള പോലീസ് ഒരു മണ്ടന്മാരുടെ കൂട്ടമായി മാറിയ ഒരു സമയമാണ്. കൂട്ടുനിന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ തന്തയ്ക്ക് വിളിച്ചിട്ടാണല്ലോ പുള്ളി പോയതും. ആണ് ഇയാളുടെ കൂടെ നിന്നവന്മാരെല്ലാം തെറിച്ചു, ഇയാളും ഇറങ്ങിപ്പോയി. ഭരതാട ഷായും മാത്രം നെക്കിസ് റെസിഡൻസിയുടെ 6ാം നിലയിൽ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്.
അതെ, നിന്നെ ഞാൻ താഴെ ഇറക്കും 6ാം നിലയിൽ മാന്തിപ്പൊളിക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ട്. പുള്ളി ബൈബിൾ വചനങ്ങളും ഒക്കെ ഉദ്ധരിച്ചാണ് പുള്ളി. ഇതൊന്നും അയാൾ എഴുതിയല്ല, അയാൾക്കൊരു അസ്മാതി ഉണ്ടായിരുന്നു, അവൻ എഴുതിക്കൊണ്ടിരുന്നത്. അയാൾ ഇയാളെ കളഞ്ഞിട്ട് ഇപ്പൊ ഇയാൾക്കെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊടുത്ത ലിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ലിസ്റ്റ് വളരെ കോമഡിയാണ്. അതായത് ഈ ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല ഇത്. ഈ ലിസ്റ്റിൽപ്പെട്ട ഒറ്റയാളും ഇത് അറിഞ്ഞിട്ടില്ല. അൻവർ പേരെഴുതി കൊടുത്തു എന്നുള്ള വിവരം ഇവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ലിസ്റ്റ് വരുമ്പോ ഇനി ഇവരുടെ പ്രതികരണം വരും. ഷിബു ബേബിയുടെ ഒക്കെ പ്രതികരണം വരുമല്ലോ. കാരണം RSP ഒക്കെ അന്യം നിന്ന് പോയി എന്നൊക്കെ നമുക്ക് തോന്നും ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞു. അതെ, ഇന്നും കേരള രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് RSP. ഇത് ഷിബു ബേബി ജോൺ അദ്ദേഹം മന്ത്രിയാകുമ്പോൾ നല്ല മന്ത്രിയായി തെളിയിച്ച ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അത് വിജയിച്ചില്ല എന്നുള്ളത് വേറൊരു വിഷയമാണെങ്കിൽ പോലും ഇവിടെ സർവേക്ക് ഞങ്ങളായിരുന്നല്ലോ സാറേ മണ്ഡലത്തിൽ. ഞങ്ങളുടെ സാധ്യതകൾ നമ്മുടെ സർവേയിലെ അത്യാവശ്യം മുൻഗണനയുള്ള. പിന്നെ എന്താണ് ജനം ചെയ്തത് നമുക്കറിയില്ല. അതുപോലെ CK പത്മനാഭനൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ആൾക്കാരാണ്. അദ്ദേഹം ഒന്നും ശരിക്കും BJPയുടെ ഒരു മേഖലയിലും ലൈവായിട്ട് വരുന്നില്ല. മാത്രമല്ല അദ്ദേഹം BJP കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ പദവി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുമായിരുന്നു. അല്ല, അതെങ്കിലും നല്ല സ്ഥാനങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിലെ. അതിനൊന്നും പോയില്ലല്ലോ. CK പത്മനാഭൻ നേതൃനിരയിൽ നിന്ന് പോയിട്ട് എത്രയോ വർഷങ്ങളായി. പിന്നെ G സുധാകരൻ എന്തായാലും ആരുടെ കൂടെ പോയാലും അൻവറിന്റെ കൂടെ പോവില്ല. G സുധാകരൻ പോവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തോമസ് ചാഴിക്കാടനാണ് ഒരാള്. തോമസ് ചാഴിക്കാടനെ അതെന്തുദ്ദേശത്തിലാണ് അദ്ദേഹം കൊണ്ടുപോയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും ഈ നടതള്ളപ്പെട്ട കുറെ ആൾക്കാരുണ്ട് പാർട്ടികളിൽ നിന്ന്. അങ്ങനെയുള്ളവരെയും നിലവിൽ ഒരു പാർട്ടി ഇപ്പം എനിക്ക് തോന്നുന്നു ഷിബു ബേബിയുടെ പേര് പുള്ളി പറയാൻ കാരണം RSP ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അതെ, അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്. ഷിബു ബേബിയുടെ പേര് പുറത്തുവിടുന്ന പുള്ളി സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടില്ലല്ലോ. അവിടെയാണ് അതാണ് ഈ അൻവറിന് പറ്റുന്ന മണ്ടത്തരങ്ങൾ. ഇയാൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടെ പുറത്തോട്ട് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് വരുന്ന കാര്യം. ഇങ്ങനെയുടെ ഈ ലിസ്റ്റ് പുറത്തു വന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ ദേശീയ ലിസ്റ്റ് എടുത്ത് പുറത്തു. എന്നിട്ടാണ് പറഞ്ഞത് ഇയാൾക്ക് രാഷ്ട്രീയ സ്ഥിരതയില്ല എന്ന് പറഞ്ഞു. ഇയാൾക്ക് സ്ഥിരതയേ ഇല്ല. എല്ലാം ട്രംപിന്റെ പ്രസ്ഥാനക്കാരാണ്. ട്രംപിനെ വിളിച്ചിട്ട് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ എങ്ങനെ ഒരു മെമ്പർഷിപ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ തെറ്റില്ല, പുള്ളിക്ക് ചേരും. ചേരും. എന്തായാലും കൊള്ളാം. പിന്നെ അമ്പുക്കായുടെ അടുത്ത കോമഡികൾക്കായിട്ട് കേരളം കാത്തിരിക്കുകയാണ്. ജയിക്കുമെന്ന് കരുതിയാണ് ഈ പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത്. അത് ജയിക്കത്തില്ല എന്നാണ് നിലവിലുള്ള റിപ്പോർട്ട്. ഇനി ജയിച്ച അയാളുടെ ഭാഗ്യമെന്ന് മാത്രമേ കരുതാൻ അത്രേ ഉള്ളൂ. അത് അടുത്ത കോമഡിയിലേക്ക് നമുക്ക് അത് വയനാട്ടിൽ നിന്ന് തന്നെ. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ഇത് വയനാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മേൽക്കൂര ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ. അതാണ് നമ്മുടെ രാജൻ മന്ത്രി, റവന്യൂ മന്ത്രി രാജൻ വളരെ പരിഹാസ്യനായി എന്നേ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും. കാരണം വിള്ളലുകൾ വീണു, മാർക്കറിന്റെ പടം എടുത്ത് വിള്ളലാണെന്നും പറഞ്ഞ് കാണിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ പ്രചാരണം ചുരണ്ടാൻ കയറിയത്. ഒരു കാര്യം നമ്മുടെ മന്ത്രിയാണെങ്കിലും ശരി, അന്തം കമ്മികളാണെങ്കിലും ശരി മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകർ നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളല്ല. അതെ, അത് മാർക്കർ കൊണ്ടുള്ള വരെയാണ്. അത് വിള്ളലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. വിള്ളലുള്ളത് എവിടെയാണ്? വിള്ളത് മേൽക്കൂരയ്ക്ക് മുകളിലാണ്. ആ വിള്ളൽ കണ്ടില്ല എന്നാണ് ഇപ്പൊ ഹൗസ് ഓണർ പറഞ്ഞത്. ആ വീട് കിട്ടിയ മനുഷ്യൻ പറയുന്നത് ആ വിള്ളൽ ആ മുറി കയറി നോക്കിയിട്ടില്ല എന്നാണ്. ഇല്ല. അപ്പം ആ വിള്ളലിന്റെ താഴത്തെ ഭാഗം ഏതാണെന്ന് മാർക്ക് ചെയ്തതാണ് മാർക്കർ വെച്ച്. അത് ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാർ തന്നെ വന്ന് മാർക്ക് ചെയ്തത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ കെട്ടിടത്തിന് മുകളിൽ പൊട്ടലുണ്ട്. ആ പൊട്ടലിനെ ചിലർ വിള്ളലെന്ന് വിളിക്കും, ചിലർ പൊട്ടലെന്ന് വിളിക്കും. ഈ മനുഷ്യൻ വിള്ളലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് വിള്ളലെന്ന് പറഞ്ഞു. അതിനുള്ളിലൂടെ മഴവെള്ളം ചോർന്ന് കിനിഞ്ഞ് ഈ മേൽക്കൂര കിനിഞ്ഞ് വെള്ളം താഴേക്ക് വരും. ഇപ്പൊ ചെറിയ തോതിലാണ് വരുന്നത്. അതിങ്ങനെ വന്ന് വ്യാപിച്ചു പോകും. ലോകത്തെ ഏത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. അത് പരിഹരിക്കാമെന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഈ മന്ത്രി പരിവാരങ്ങൾ DFIക്കാരെല്ലാം കൂടെ വന്നിട്ട് ഇത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ കോമഡി കിണർകോലു മോഡലിലാണ് അദ്ദേഹം വലിഞ്ഞു കയറിയത്. ഇതിന് മേളിൽ വലിഞ്ഞു കയറിയിട്ട് പുള്ളി ഇത് വെച്ച് ഒരച്ച് മാധ്യമപ്രവർത്തകരെ കാണിക്കുകയാണ്. ഇത് വരച്ചതാ കേട്ടോ, ഇത് ചിലപ്പോൾ ഇത് കിണർകോലു തന്നെ പറഞ്ഞു കൊടുത്താണോ സംശയം. കണക്കിന് CPM-ന്റെ ഭൗതിക ഉപദേഷ്ടാവാണെങ്കിൽ പോലും CPIക്ക് കുറച്ച് ബുദ്ധി കൊടുക്കാന്ന് വിചാരിച്ചാണ്. അവിടെ ആളില്ലെന്ന് അങ്ങനെ തോന്നി. കുറച്ച് നിങ്ങൾക്ക് ബുദ്ധി ഞാൻ പറഞ്ഞു തരാമെന്ന് താത്വികമായ ഉപദേശങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. അച്ഛനെ നിയമസഭയുടെ ചവിട്ടിക്കൂട്ടി യുവമാരെ എല്ലായിടത്തിന്റെയും അധികാരം വിട്ടേണ്ടതുണ്ടല്ലോ. എന്നിട്ട് ഇന്നിപ്പോ മന്ത്രി രാജൻ മലക്കം പറഞ്ഞിട്ടുണ്ട്. ചോർച്ചയുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ചോർച്ചയുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. കാരണം തട്ടിക്കൂട്ട് പണിയാണ് നടത്തിയത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് ആദ്യം ഫെബ്രുവരി 25-നാണ് ഉദ്ഘാടനം വെച്ചിരുന്നത്. പണി തീർന്നില്ല. 5 ദിവസങ്ങൾ കൂടി മാർച്ച് 1-നാണെന്ന് തോന്നുന്നു ഈ വീടുകൾ കൊടുത്തു.
40 വീടുകൾ തീർന്നു എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്തിനാണ് താക്കോൽ കൊടുത്തത്? അതാണ് നമ്മുടെ ചോദ്യം. മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന് സിദ്ദിഖ് MLA കൂവി വിളിക്കാൻ കൂടെ ചെയ്തവര്, കാരണം ഞങ്ങൾ ഇതാക്കണ്ട, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതെ, അവരെ ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപട്യം, അത് അത്രയും കാപട്യമുള്ള ഒരു ജനവിഭാഗം ഈ കേരളത്തിൽ വേറെ ഇല്ല. അതെ, കാരണം ഇവർ ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇയാൾക്കെതിരെയുള്ള വിഷയം എടുത്തിട്ടു, സിദ്ദിഖിനെതിരെയുള്ള വിഷയം എടുത്തിട്ടു, സിദ്ദിഖിനെതിരെ സൈബർ ആക്രമണം നടത്തും. ഇന്നലെ വസീഫ് എന്ന് പറയുന്ന UFIയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ ചെന്ന് നിന്ന് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, അയാൾ എന്തൊക്കെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്? വളരെ എന്താ പറയുന്നത്, ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ മുതിർന്ന നേതാവാണ് സംസ്ഥാനത്തെ. അതെ, അയാൾക്കത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ന്യായീകരിക്കും? ഇത് സത്യമല്ലേ ഈ ചോദ്യം? അതെല്ലാം അങ്ങ് പോട്ടെ. ഒരു കുടുംബത്തില് 16 അംഗങ്ങളെ നഷ്ടപ്പെട്ട ആളാണ് നൗഫൽ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാക്കി. അയാളെ ഇവര് സംഘം ചേർന്ന് ആക്രമിക്കുക, അയാളെ കായികമായി നേരിടുന്ന എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കും. അതെ, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന പ്രവാസിയായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇത്രയും പേര് നഷ്ടപ്പെട്ട ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം വിമർശിക്കാൻ ഒന്നും ഇറങ്ങിയതില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ചോർച്ച ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം ഈ വീട്ടിലെ ചോർച്ചയുണ്ട്, ഇത് ഇപ്പൊ ചെറിയ ചോർച്ചയാണ്, ഇത് ക്രമേണ വലുതാകും. ചോർച്ചയുള്ള ഒരു സംഭവം അത് അടച്ചില്ലെങ്കിൽ അത് വലുതാകത്തില്ല. അത് എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. ചോർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത്? ഇവരെ തത്വം താണെന്ന് ദാനം കിട്ടിയ പശുവിന്റെ പല്ലണ്ണി നോക്കാനോട് നമ്മൾ പറയില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾ കൊണ്ട് അനുഭവിച്ചോളണം, അത് ബാക്കി നിങ്ങളുടെ ബാധ്യത. എന്നിട്ട് ഈ സൈബർ അന്തം കമ്മികൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് ഇവന് കൊടുക്കരുത്, ഇവനെ പോലുള്ളവർക്ക് കൊടുക്കരുത്, ഇവനൊക്കെ നന്ദികേടാ കാണിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവസ്ഥയല്ല ഇത്, മൊത്തം ഇവിടുത്തെ ജനത്തിന്റെ നികുതി പണം. മണിയാശാന്ന് പറഞ്ഞതുപോലെ റേഷൻ വാച്ച് നക്കിയിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തെന്ന് പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞതുപോലെ. നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഇത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് പണിതാണെന്ന് തോന്നുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് പണിതല്ല ഇത് നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പണിത വീടുകളാണ്. ആ വീടുകൾ ചോരുന്നു. ആ വീടിന്റെ അവകാശിയായി കയറിയ ആൾക്ക് അത് പറയാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട്. കാരണം ഈ നാടിന്റെ കരുതലാണത്. ആണല്ലോ, നാടിന്റെ കരുതലാണ്. അയാൾ പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞ പോലെ അയാളൊരു പ്രശ്നം മാത്രമാണ് പറഞ്ഞത്. അയാൾ അവരെ ചീത്ത കളിക്കാനെന്ന് പറഞ്ഞ ആളല്ല. എന്നിട്ട് പോലും അയാൾക്ക് കിടക്കപ്പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ചു. ഇത്രയും മാനസിക സംഘർഷം നേരിടുന്ന ഒരു മനുഷ്യനെ, അത് സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് കൊണ്ടുവന്നിട്ട് അയാളെ സൈബർ ആക്രമണം നടത്തി അയാളെ ആത്മഹത്യയിലേക്ക് വിടുകയാണ്. അയാള് വീട് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കഥയെ വരും മെനഞ്ഞു. ആ കഥയ്ക്ക് ഇനി ഇഷ്ടം പോലെ കഥ വരും. ഇനി ഇയാളെ പൂർവ്വ എത്ര അന്വേഷിച്ചു, ഇയാൾ ഗൾഫിൽ എന്തായിരുന്നു എന്നുള്ള കഥ വരും. ഇനി ഒരുപാട് കഥകൾ പറയുന്നത് വരും. പിന്നെ ഒരുപാട് എഞ്ചിനീയർമാരും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വേണ്ടി പേന ഉന്തുന്ന ഒരുപാട്, ഏത് വിഷയത്തിലും അവർ പ്രതികരിക്കും. അങ്ങനെ പേന ഉന്തുന്ന ഒരുപാട് പേര് ഇപ്പൊ സിവിൽ എഞ്ചിനീയർമാരുടെയും ആർക്കിടെക്ടുമാരുടെയും ഒക്കെ ഒരു റോളിലേക്ക് ഉയർന്ന് അവർ വലിയ വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് ഉത്തമൻ സഖാവ് ചോദിച്ചതുപോലെ തന്നെ മാത്രമേ ആ ചോദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തി ചോദിക്കാം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു സഖാവെ എന്നാണ് ഉത്തമൻ സഖാവ് ചോദിക്കുന്നത് സന്ദേശ സിനിമയിൽ. ഇതിനകത്ത് നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സഖാവെ ഇതിന് ചോർച്ചയുണ്ടോ ഇല്ലയോ? അത്രേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞങ്ങൾ വിള്ളലും ചോദിക്കുന്നില്ല, കിള്ളലും ചോദിക്കുന്നില്ല, നിങ്ങൾ തുള്ളുകയും വേണ്ട. കാര്യം ഇതിന് ചോർച്ചയുണ്ടോ എന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം. അതെ, ചോർച്ച ഉണ്ട് എന്ന് ഊരാളുങ്കൽ ആദ്യം സമ്മതിച്ചു കഴിഞ്ഞു, പരിഹരിക്കാന്ന് അവർ പറഞ്ഞു. പക്ഷേ നിങ്ങൾ സമ്മതിക്കില്ല. അതാണ് രസം. ഊരാളുങ്കൽ സമ്മതിച്ചു ചോർച്ചയുണ്ടെന്ന്, പക്ഷെ ഇവര് സമ്മതിക്കുകയില്ല. മന്ത്രി രാജൻ ആദ്യം ഒരു വിഡ്ഢിവേഷം കെട്ടി, അദ്ദേഹത്തിന് മനസ്സിലായി ചോർച്ചയുണ്ടെന്ന്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ചോർച്ചയുണ്ട്. ഇത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. എന്താണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ ഇലക്ഷൻ സമയത്ത്? അല്ല, അതാണ് എത്രയോ കാര്യങ്ങൾ നമ്മൾ ആവർത്തന വിരസോണ്ട് പറയുന്നില്ല. നേരത്തെ ആശുപത്രി നിങ്ങളുടെ നാട്ടിലുണ്ടാക്കിയ പത്തനംതിട്ട ജനറൽ ആശുപത്രി, ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിലെ MLA ആയ അവരുടെ പിന്നെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി. ഈ ജനറൽ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തിയാകാത്തത് കാരണം ഉദ്ഘാടനം നടത്തേണ്ടത് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഒറ്റ ദിവസം തന്നെ കട്ട കെട്ടുകയും അത് പ്ലാസ്റ്റർ ചെയ്യുകയും പെയിന്റ് അടിക്കുകയും ചെയ്തു. വൈറ്റ് സിമെന്റ് അടിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്തു. ഇത്രയും 4 കാര്യങ്ങൾ ഒറ്റ ദിവസം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത്തരം കെട്ടിടങ്ങൾ എങ്ങനെ നിലനിൽക്കും? പൊളിഞ്ഞ മനുഷ്യർ തലയിൽ കൂടെ വരികയാണെങ്കിൽ ആ നേരത്തെ ഒന്ന് ഞെട്ടിയാൽ മതിയല്ലോ. അതെ, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ അത് ഈ വിഷയം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ആരാണെന്ന് അറിയാം. ഈ വിഷയം നമ്മൾ വാർത്ത കൊടുത്താണ്, നമ്മുടെ ലേഖനം പോയി വാർത്ത എടുത്താണ്. നമ്മളെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് CPMകാരാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഈ ടൗണിൽ താമസിക്കുന്നവരാണ്, ഇത് ഞങ്ങളിവിടെ ചികിത്സ തേടി പോകുന്നവരാണ്, ഇത് ഇടിഞ്ഞ് ഞങ്ങളുടെ തലയിൽ തന്നെ വീഴും. ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, പാർട്ടിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇതൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ച് പറയുന്നവര്. അത് അതേ മോഡലിലാണ് ഊരാളുങ്കലുകാർ ഇവിടെ ഇത് പഠിച്ചത്. ഇനി ഇങ്ങനെ പാലം വല്ലതും പണിത് വെച്ചിട്ടുണ്ടോ എന്ന് തമ്പുരാനറിയാം. വണ്ടി കയറുമ്പോ ഇടിഞ്ഞു വീഴുന്ന പാലാരിവട്ടം പാലത്തിനെതിരെ ഇവര് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇപ്പോഴും ആ പാലം ഇല്ലയോ? കുഴപ്പമില്ല, ഇപ്പോഴും ആ പാലം ഉണ്ട്. അവർ ചെയ്തതെല്ലാം നല്ലത്. യൂത്ത് കോൺഗ്രസും പിന്നെ കോൺഗ്രസും ന്യായമായ രീതിയിൽ പിരിവ് നടത്തി, അവരുടെ അക്കൗണ്ടിലേക്ക്
ആപ്പ് ഉപയോഗിച്ച് ആ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചു. അതിന് കണക്കുകളുണ്ട്, അത് ഓഡിറ്റഡ് ആണ്. നിങ്ങൾ നടത്തിയ പിരിവിന്റെ കണക്കെവിടെ? എന്നിട്ട് നിങ്ങൾ സർക്കാർ നിർമ്മിച്ച വീടുകൾ, സർക്കാർ CPM-ന്റെ തറവാട്ട് സ്വത്തോ പിണറായി വിജയന്റെ തറവാട്ട് സ്വത്തോ അല്ല, സർക്കാർ നിർമ്മിച്ച വീടുകൾക്ക് ചോർച്ചയുണ്ടെന്ന് പറയുമ്പോൾ അത് പറയുന്നവനെ ഉന്മൂലനം ചെയ്യാനുള്ള മൂഡിലാണ് നിങ്ങൾ സഖാക്കന്മാർ നിൽക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണല്ലോ നിരന്തരം ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള വിഷയത്തിൽ കോൺഗ്രസ് നടക്കുന്ന ചർച്ചകളും പുരോഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ KC വേണുഗോപാൽ ആണ് ഈ ചർച്ചകളുടെ പിന്നിൽ എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു സംഭവം. കാരണം VD സതീശൻ ഇതിനെക്കുറിച്ച് ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞു കേട്ടായിരുന്നു? ഇല്ല. ചെന്നിത്തലയും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ KC വേണുഗോപാലിന്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയ കത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു തീ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. KC അടുത്ത മുഖ്യമന്ത്രിയാകാൻ കാരണം ബ്രഹ്മാവിന് ആയുസിന് പഞ്ഞില്ല. കാരണം ഹൈക്കമാൻഡ് തീരുമാനിക്കും. കാരണം സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്. അവിടെയാണ് കാര്യങ്ങളുള്ളത്. ഇപ്പം പിന്നെ അദ്ദേഹത്തിന് വളരെ എല്ലാവർക്കും വലിയ എതിർപ്പൊന്നുമില്ല, എല്ലാവരും സമ്മതിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ പിന്തുണ പിടിക്കാതിരിക്കാൻ പോവുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന നല്ല കാര്യം. കാരണം ഒരു ഇടുക്കിയിലെ ഒരു SNDPയുടെ ഒരു നേതാവ് മുഖേനയാണ് വെള്ളാപ്പള്ളി നടേശനെ സമീപിച്ച് വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹാശിസുകൾ മേടിക്കാൻ വേണ്ടി. ഇദ്ദേഹം മുഖ്യമന്ത്രി കസേര കയറുന്നതിന് മുമ്പ് ഇയാൾ താഴെ പോകും. അല്ല, ഇയാൾ ഓൾറെഡി പോയി. വെള്ളാപ്പള്ളി അനുഗ്രഹം വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ പറ്റുന്ന സംശയമാണ്. നേരത്തെ KC വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞാലാണ് KC വേണുഗോപാൽ ജയിച്ചു. സുധീരനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, സുധീരൻ ജയിച്ചു. വിഷ്ണുവിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, വിഷ്ണു ജയിച്ചു. എല്ലാവരും ജയിച്ചു. ഈ ഭരണം മാറും, കാറ്റ് മാറിയാണ് വീശുന്നത് അറിഞ്ഞപ്പോഴേ ആദ്യം പുള്ളി രംഗത്ത് വന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ അയോഗ്യനല്ലെന്നും പറഞ്ഞു, അയാൾക്ക് യോഗ്യത ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് VD സതീശനുള്ള ഒരു ബൂസ്റ്റ് അല്ലേ, ഒരു ബൂസ്റ്റിംഗ് അല്ലേ എന്ന് തോന്നിക്കൊണ്ട് ആണ് ഈ KC വേറെ ആൾ മുഖേന സമീപിച്ച്. മാത്രമല്ല, ഈ VD സതീശനെ സംബന്ധിച്ച് പുള്ളി ഭയക്കുന്ന ഒരു കാര്യം കാണും. VD സതീശൻ നിലപാടിൽ കാർക്കശം പുലർത്തുന്ന ആളാണ്. അതെ, ആ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ചെന്ന് എന്റെ കേസെല്ലാം പിൻവലിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അത് കിടക്കണ്ടേ അഭിപ്രായത്തിൽ? അത് വേണം. അത് അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പൊ നിലവിലെ ഈ എനിക്ക് തോന്നുന്നു എതിർപക്ഷം ഇത് ഏറ്റുപിടിച്ചിട്ടില്ല. KC പക്ഷം മാത്രമാണ് ഇത് ഏകപക്ഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എതിർപക്ഷം അത് ഏറ്റുപിടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസിയായി പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ തുടങ്ങി ആദ്യഘട്ടത്തിൽ വന്ന ഈ പോരാട്ടം വളരെ UDF-ന് മോശം ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു നമ്മൾ ഇതേ വിഷയം തന്നെ പലതവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസമാണ് നമ്മൾ അതിന്റെ ഒരുപാട് നമ്മൾ ഈ ജനങ്ങളുടെ ഒരു പൾസറിഞ്ഞ് മാത്രമാണ് ഇത് വീണ്ടും പറയുന്നത്. എന്തായാലും ഇന്നത്തെ സമയം കഴിയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത ദിവസം വീണ്ടും ചർച്ചകളുമായി നമുക്ക് രംഗത്തെത്താം. നമസ്കാരം.